അഖിൽമാരാറിനെതിരെ കേസെന്ന് ഉള്ളതാണോ എന്തോ ആരാണോ ഈ കേസ് കൊടുക്കുന്നവര്? ഇവരെന്തോ ഉദ്ദേശിക്കുന്നേ? അഖിൽമാരാറ് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതിനകത്ത് അഖിൽമാരാർ പറഞ്ഞ ഈ വാഗ്ദാനം നടപ്പിലാക്കാനും അവനെ കൊണ്ട് പറ്റത്തില്ല. അതിനാണ് കേസെങ്കിൽ കുഴപ്പമില്ല. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഓരോ സമയത്ത് ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കുക, സൂപ്പർ സ്റ്റാറുകൾ ചെയ്യുന്ന സാധനങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ പോലെ പരിപാടിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവന് വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അതിനിപ്പോൾ കേസ് കൊടുത്താലും ഇല്ലെങ്കിലും പറ്റത്തില്ല. ഈ പറഞ്ഞ ഈ ബോബി ചെമ്മണ്ണൂർ ഇതിനു മുമ്പ് 2 കുട്ടികളുടെ പേരൻസ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചപ്പോൾ അവിടെ വീട് വെച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ചെന്നെങ്കിലും കൊടുക്കേണ്ടി വന്നില്ല. ആ പരിപാടി എപ്പോഴും ഗവൺമെന്റ് ഇവിടെ ചെയ്തോളും. അതിനൊക്കെ തന്നെ ഇഷ്ടം പോലെ ഫണ്ട്. ഇപ്പൊ തന്നെ അതിന്റെ 10-20 കോടി ഓളം സിനിമാ നടന്മാരുടെ മാത്രം ഞാൻ കണ്ടു. മോഹൻലാല് 3.4, ആസാദ് മൂപ്പൻ 5, പിന്നെ ആരാ, ആസാദ് മൂപ്പൻ 4 കോടി, 5 കോടി നേഴ്സിംഗ് മറ്റേ എന്താ പറയുക, നേഴ്സിംഗ് അസോസിയേഷൻ അതുകൊണ്ട് സംഭവമുണ്ട്. അത് നമ്മുടെ ജാസ്മിൻ ഷാ അങ്ങനെ കണ്ട ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ മോഹൻലാൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ മോഹൻലാലിന്റെ വിസ്മയ ട്രസ്റ്റ് മോഹൻലാലും കൂടെ ചെയ്തതിനേക്കാൾ കൂടുതൽ നേഴ്സുമാർ ചെയ്തു. അതൊന്നും ഇങ്ങനെ അവർക്ക് മറ്റേ ടാക്സ് എക്സംഷന്റെ ഉദ്ദേശമില്ല, പബ്ലിസിറ്റി ഉദ്ദേശമില്ല, ഇനി വല്ല കള്ളപ്പണം ലഭിക്കാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് തുടങ്ങിയിട്ട് അതുവഴി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ വളരെ ക്ലീൻ ആയിട്ടുള്ള കുറച്ച് പൈസയാണ് നേഴ്സുമാർ എല്ലാവരും കൂടി ഡൊണേറ്റ് ചെയ്തിട്ട് അത് കളക്ട് ചെയ്ത് അവരുടെ അസോസിയേഷനുണ്ട് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി സാധാരണക്കാരായ ബാക്കിയുള്ളവരെല്ലാം കൂടെ കൂടുമ്പോൾ 100 കോടി മേളിൽ പൈസ ഇവിടെ വന്നു കാണും. അതിനകത്ത് ഈ 3.5 കോടി വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. അതിന് ഇത്ര വലിയ പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി മോഹൻലാൽ കച്ച കെട്ടി ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം പട്ടാളക്കാർക്ക് വരെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായത്. ഇവിടെ എല്ലാവരും കൂടെ 3 കോടി കൊടുത്തു. അതിന്റെ ആവശ്യമില്ല. ഈ 3.5 കോടി ഇല്ലായിരുന്നെങ്കിൽ എന്താവുമെന്ന് ചോദിച്ചാൽ ഒന്നും ആകത്തില്ല. ഈ പൈസയൊക്കെ തന്നെ വരും. ഇവന്റെ ഒരു 3.4 ഇച്ചിരി കുറഞ്ഞിരിക്കുമെന്നേ ഉള്ളൂ, ശല്യം കുറഞ്ഞിരിക്കും. ഞാൻ നോക്കിയിട്ട് ഇയാൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇയാളല്ലല്ലോ ഇവിടെ എല്ലാം നടത്തുന്നത്. ഇയാൾ ആരാ അങ്ങനെ നടത്താൻ? എല്ലാവരും ഇവിടെ പോസ്റ്റർ അടിച്ച് ഓടിക്കുന്നുണ്ടോ കണ്ടവർക്കും മോഹൻലാൽ ഇല്ലാന്നേലും വയനാട്ടിൽ ഇനി ഒരു റീഹാബിലിറ്റേഷൻ നടക്കത്തില്ലെന്ന്. പിന്നെ 100 കോടി രൂപയുടെ എന്ത് പദ്ധതിയാണ് അവിടെ ഉള്ളവർക്ക് ഇനി വേണ്ടതെന്നുള്ളത് അറിയാത്തത്. ഇത് വയനാട് മൊത്തം മാറി താമസിക്കാനുള്ള പൈസ ഉള്ള പോലെ അവിടെ നിന്ന് രക്ഷപ്പെട്ട എത്ര പേരാ? ഇത് പോയ വഴിക്കല്ലാതെ അതിന് അപ്പുറത്തെ താമസിച്ചവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി എന്തെങ്കിലും പൈസ ആവശ്യമുണ്ടോ? കൂടുതൽ പേര് മരിച്ചുപോയി. പിന്നെ വളരെ കുറച്ച് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഇത്രയും കോടിയുടെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ ഞാൻ പിന്നെ വേറെ കാര്യം ഇവിടെ പറയാം. ഈ ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ എത്ര ആയി എന്നെങ്കിലും അന്നൊരു അപ്ഡേറ്റ് ഏത് ടീം കളക്ട് ചെയ്താലും, അതിപ്പോൾ CM-ന്റെ ആണെങ്കിലും കൊള്ളാം, PM-ന്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ഇന്ന് ഇത്ര രൂപ കളക്ട് ആയി എന്ന് പറയുന്നൊരു സാധനം വേണം. ഇത് എത്ര ആയെന്ന് അവസാനം ഒരു സമയമാകുമ്പോൾ അങ്ങനെ അറിയിക്കുന്നതിനകത്തൊരു ചെറിയ കുഴപ്പമുണ്ട്. കാരണം 100 കോടി 200 കോടി ഒന്നും വേണ്ട, മനസ്സിലായി. പിന്നെ ഇതിന് ഒരു എസ്റ്റിമേറ്റ് എപ്പോഴും വേണ്ടതാണ്. ഒറ്റയടിക്ക് അങ്ങനെ എടുക്കേണ്ട സാധനമൊന്നുമല്ല. തീർച്ചയായിട്ടും ഇത് എത്ര വേണം എന്ന് അറിയിച്ചിട്ട് വേണം ഒരു മാന്യമായ ഒരു ഫണ്ട് റൈസിങ് നടത്താൻ. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇത് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അത് അഖിൽമാരാർ മാത്രമൊന്നുമല്ല. ഇവിടെ സേവാഭാരതി, കോൺഗ്രസ്, ഇങ്ങനെയുള്ള മറ്റ് പാർട്ടിക്കാർ എല്ലാവരും അവരവരുടെ വഴിക്ക് മാത്രമേ കളക്ഷൻ നടത്തുന്നുള്ളൂ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് ആയതുകൊണ്ട് അവരോട് താല്പര്യമില്ലാത്ത പാർട്ടിക്കാരും അവരോട് താല്പര്യമില്ലാത്ത പാർട്ടി ഇല്ലാത്തവരടക്കമുള്ളവർ കൊടുക്കത്തില്ല. അതെല്ലാവരും പറയത്തില്ലായിരിക്കും. പിന്നെ ഒരാൾ പറയുന്നതിൽ എന്താണ് വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഉണ്ടാക്കത്തില്ല. അല്ലല്ല ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും എടുത്താലോ ഒന്നും ഇവനൊന്നും പറയുന്ന ആരും കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പം എന്നാ? അഖിൽമാരാനെ പോലത്തെ ഒരാൾ പറയുമ്പോൾ തെറിക്കുന്നൊരു മൂക്ക്, അതെന്ത് മൂക്കാണ്? ആരാണ് അത്ര ഭയപ്പെട്ടത് ഇവന്? എന്തിനാണ് അവനെ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുമ്പോഴേ പേടിക്കുന്നത് എന്തിനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനൊരു ഊളയാണ്. ആ പൊട്ടനൊക്കെ പറയുന്നത് പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ളതല്ലാതെ ഇത് ആരാ കൊണ്ട് കേസ് കൊടുത്ത് അതിലും വലിയ ഊളയോ? അല്ല, അവനത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അവന്റെ കാശാണ്, അവൻ ആർക്ക് കൊടുക്കണമെന്ന് അവൻ പറയും. അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഇത് സ്വാതന്ത്ര്യം, ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ എവിടെ പോയി? ഇതെന്തൊരു കളിയാണ് ഇത്? ഇത് ഏതാ പാർട്ടി? എനിക്കറിയത്തില്ല. ഇവിടെ ഉള്ളവന്മാർക്കൊക്കെ ഇത്ര പേടി എന്തോ ഇങ്ങനത്തെ പൊട്ടന്മാരെയൊക്കെ കുറെ എണ്ണം തലയെ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ആദ്യം തന്നെ കാണുമ്പോൾ അറിയാം ഇവനൊക്കെ എവിടെ വരെ പോകും, എന്താ സാധനം എന്നുള്ളത്. അവന് കൊടുക്കാൻ താല്പര്യം കൊടുക്കണ്ട, അവൻ പറഞ്ഞാൽ എന്താ പറയട്ടെ. ചേട്ടാ, ഇതെന്തൊരു പേടി? അത് പറയാൻ പാടില്ലാത്ത കാര്യമൊന്നുമില്ല. അവന് താല്പര്യമില്ലെങ്കിൽ അവൻ കൊടുക്കത്തില്ല. ഇവിടെ പലർക്കും താല്പര്യമില്ലാത്തവർ പലയിടത്തും പോയി പോസ്റ്റ് ഇടുന്നുണ്ട്, കൊടുക്കത്തില്ല എന്ന്. പലർക്കും വിശ്വാസം ഇല്ല. അതെന്തുകൊണ്ട് വിശ്വാസം ഇല്ല എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ട്രാൻസ്പെറൻസി ഇല്ല, എത്ര എസ്റ്റിമേറ്റ് ഇല്ല, പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ കണക്കുകളില്ല. ഇത് പബ്ലിക്കിനെ മേടിക്കുമ്പോൾ പബ്ലിക്കിനെ ഇത് ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉള്ളവർ ആരും അത് ചെയ്തിട്ടില്ല. ഇത് എവിടെ നിന്നൊക്കെയാ കാശ് വന്നാൽ അവരെങ്കിലും അറിയിക്കും. ഇത് മേടിച്ചെടുത്തൊന്നെങ്കിലും കാണിക്കണ്ടേ ഇത് ഇന്നെന്തിനാണ് ഉപയോഗിച്ചതെന്ന്? അതും ഇല്ല, ആർക്കും അറിയത്തില്ല.
എവിടെയാ എന്തോ ചെയ്തത്, അതിന്റെ കണക്ക് എവിടെയെന്ന് വെച്ചാൽ എല്ലാവരും കിടന്ന് തിരിഞ്ഞു കളിക്കും. എന്നിട്ടോ ഈ ദുരിതബാധിത പ്രദേശങ്ങളിൽ ജീവിച്ചവരെ പിന്നീട് കാണുമ്പോൾ അവർക്ക് പലർക്കും ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതികളുമായിട്ട് കുറെ ആൾക്കാർ നടക്കും. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പൊ ഫണ്ട് തട്ടിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അക്കൗണ്ടിൽ വരുന്ന പൈസ, അക്കൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പൈസ ഇത്ര കണക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് കിട്ടാൻ ആൾക്കാർ വന്ന് പറയുമ്പോൾ അതോടെ അതെന്താ അവർക്ക് കിട്ടാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു റീസണബിൾ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഒരിടത്തും കിട്ടുന്നില്ല. അത് ഒരുപാടിടത്ത് സംഭവിക്കും. അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ, ഈ ട്രാൻസ്പെറൻസി ഇല്ല. ഇത് മാനേജ് ചെയ്യുമ്പോണ്ടല്ലോ പബ്ലിക് ഫണ്ട് ആണെങ്കിൽ അത് ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യണം. അല്ലാതെ വേറൊരു രീതിക്ക് അത് ഓപ്പറേറ്റ് ചെയ്താൽ എന്നും ഒരു സംശയം അല്ലെങ്കിൽ എന്നും ഒരു എന്താ പറയണ്ടേ തെറ്റ് സംഭവിച്ചതുപോലെ ഒരു തോന്നൽ കൊടുത്തവർക്ക് വിശ്വാസമില്ലായ്മ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പിന്നീട് ആൾക്കാർ ഡൊണേറ്റ് ചെയ്യാതാവും. കഴിഞ്ഞ പ്രാവശ്യം CM ഫണ്ടിലോട്ട് പൈസ ഇടാൻ പറഞ്ഞപ്പോൾ ആരും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായില്ല. രണ്ടാമത്തേന് ഒരുപാട് അലിഗേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ സംശയങ്ങൾ പലരും നിരസിക്കുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ പ്രതിഷേധിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെ അടിച്ചമർത്താനൊരു ശ്രമം. ഇത് ടോട്ടലി ഒന്ന് എടുത്ത് നോക്കി, അതിന്റെ ആ വില പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ അതാ ഞാൻ എപ്പോഴും പറയുന്നത്, ഇതിന് ട്രാൻസ്പെറൻസി വേണം. ഇതൊന്നും സംഭവിക്കത്തില്ല, ആർക്കും ചീത്ത പറയാൻ പറ്റത്തില്ല, ഒരുത്തിനും വന്ന് ചോദിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ 100% ട്രാൻസ്പെറൻസിയിൽ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നുണ്ടാക്കിയതാ? ഞാൻ 2020 ഈ സാധനം ചെയ്തിട്ടുണ്ട്. അന്ന് തൊട്ട് ട്രാൻസ്പെറന്റ് ആക്കാൻ പറ്റും. ഗവൺമെന്റ് ആദ്യം ചെയ്യണം. അത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഫണ്ട് കളക്ഷൻ മാത്രമല്ല, ടോട്ടൽ സിസ്റ്റം ട്രാൻസ്പെറന്റ് ആവണം. ഇത് പറയാനോ എടുക്കാനോ ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ശേഷി പോലും ഇല്ലാത്തവരൊക്കെയാണ് ഇവിടെ കൂടുതൽ വരും. എനിക്ക് തോന്നുന്നു 70% മനുഷ്യർക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഇത് കേൾക്കുന്നവർ ഇപ്പൊ ഇതിനകത്ത് തെറിയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉള്ളൂ. അവർക്കും പറയാനുള്ളൊരു കാര്യം ഇത്, അല്ലാതെ വേറൊന്നും അല്ലത്. അങ്ങനെ ഒരു സിസ്റ്റത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടെ ഉള്ളവർക്ക് ഇല്ല. അവൻ തെറിയും പറഞ്ഞ് നടക്കും, നീ കള്ളനല്ലേടാന്ന് പറയും. എന്നെ ഒരു കള്ളത്തരത്തിന് പിടിച്ചിട്ടല്ല ഇത് പറയുന്നത്, മനസ്സിലായി? ഞാനൊരു തട്ടിപ്പ് നടത്തിയെന്നോ അല്ല അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുമല്ല പറയുന്നത്, ഒരു ചുമ്മാ പറയുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചുമ്മാ പറയുമ്പോൾ പോലും അവന് കിട്ടേണ്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കൂടെ ഗുണമുള്ളൊരു കാര്യത്തെയാണ് ഇൻഡയറക്ട്ലി അവൻ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇവനെയൊക്കെ പറ്റിച്ചാണ് ഈ പറഞ്ഞ പലരും ഇവിടെ തട്ടിപ്പ്, വെട്ടിപ്പ്, ഊമ്പിക്കൽ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് അഖിൽമാരാർ പറഞ്ഞതിനകത്ത് ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അഖിൽമാരാനെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കാണ് പേടിയില്ല, ഉള്ള കാര്യം പറയാമല്ലോ. എൻ്റെ ഈ സിസ്റ്റത്തിനകത്തോട്ട് കയറിയിട്ട് അതിനകത്ത് കോപ്പുണ്ടെന്ന് പറഞ്ഞാൽ മോനെ കാണിച്ചു തരാൻ പറയും. ഓക്കെ, ഇതാണോ കുഴപ്പം? ഇത് നല്ലൊരു ജെനുവിൻ കേസാണ്, അത് കറക്റ്റ് ചെയ്യും. മനസ്സിലായോ? അല്ലാതെ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു അലിഗേഷനെ നമുക്ക് നേരിടാൻ പറ്റും. നമ്മുടെ കയ്യിൽ അതിനുള്ള സാധനം വേണം. അല്ലാതെ എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കണ്ടില്ല, അയ്യോ അതെവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കളി കളിച്ചാണ്ടല്ലോ ആൾക്കാർക്ക് വിശ്വാസം പോകും. സത്യത്തിൽ അത് ഈസിയാണ്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ അല്ലെങ്കിൽ എന്ത് ഫണ്ട് റൈസിങ്ങും ഫണ്ട് മാനേജ്മെന്റും ട്രാൻസ്പെറന്റ് ആക്കാൻ വളരെ ഈസിയാണ്. കാരണം ഇത് എന്റെ പൈസ അല്ല, വേറൊരാളുടെ പൈസ എടുത്ത് എനിക്ക് എടുക്കുകയല്ല. വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ നടുക്കി നിൽക്കുന്ന ഞാൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, മേടിച്ചതും കൊടുത്തതും തെളിവ് സഹിതം ഈ കൊടുത്തവരെയും മേടിച്ചവരെയും ബോധിപ്പിക്കണം. മനസ്സിലായി? ഇത് ഒരാൾക്ക് നമ്മൾ പൈസയും കൊടുത്തെന്ന് പറഞ്ഞാൽ അയാൾക്ക് ബോധ്യമാകണം അയാൾക്ക് കിട്ടിയത് ഇത്ര തന്നെയാണെന്ന്. അല്ലെങ്കിൽ ഈ നന്മമരം ഫിറോസ് അതുപോലത്തെ ആ ഒരു ട്രെൻഡ് സമയം ഉണ്ടാകുന്നില്ല ഇമാര് ഫണ്ട് റൈസ് ചെയ്യുന്ന. അന്നത്തെ പോലെ ആവും. 40 ലക്ഷം പിരിച്ചു, 20 ലക്ഷം കൊടുത്തു, ബാക്കി ഞങ്ങൾ എടുത്തു വേറൊരാൾക്ക് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ ഈ മേടിച്ച ഒരാൾക്ക് എത്ര കിട്ടിയെന്നോ എന്തോ ആണോ കുറെ കിട്ടി, അതെന്തിനാ ആർക്കാ കൊടുത്തത് അതൊന്നും അറിയത്തില്ല. അത് വേറൊരാൾക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള കളികൾ കളിച്ച് അവൻ വലിയ വീട് വെക്കുന്നു, കാറ് മേടിക്കുന്നു. ഇവിടെയുള്ള മന്ത്രിമാരും ഈ പറഞ്ഞ പോലെ പിരിവെടുത്തവനൊക്കെ കടം വീട്ടുന്നു, എന്നിട്ട് കാറ് മേടിക്കുന്നു. ഒരു ഫ്ലഡ് കഴിഞ്ഞപ്പോൾ എത്ര പേരാണെന്നറിയാം രക്ഷപ്പെട്ടത്. പക്കറ്റ് പിരിവും പരിപാടിയൊക്കെ ആയിട്ട് നടന്നവന്മാരാ. ഞാൻ ഈ CM ഫണ്ടിൽ നിന്ന് അടിച്ചുമാരി കാര്യം അല്ല പറയുന്നത്, അങ്ങനെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ അല്ലാതെ പിരിവെടുത്തവർ. ഇനി ഈ CMന്റെ ഫണ്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാൻ ഒത്തിരി താമസം വരും. ഞാൻ പറഞ്ഞ ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്, ട്രാൻസ്പെറൻസി ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ അല്ല അവർ ആ പൈസ കയറ്റി ഇറക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ കിട്ടിയ എമൗണ്ട് കൊടുത്ത എമൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ബില്ലും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ അതൊന്നും വിസിബിൾ അല്ല. അത് വിസിബിൾ ആക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം അത് പബ്ലിക്കിന്റെ പൈസയാണ്. എന്റെ വരുമാനമൊന്നും അങ്ങനെ മൊത്തം പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ വരുമാനമൊന്നും നമ്മളാരും ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ മന്ത്രിമാരുടെ വരുമാനം നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷേ പബ്ലിക്കിന്റെ പൈസ എടുത്ത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്തോട്ട് കൊടുക്കുന്നു എന്ന് പറയുന്ന സാധനം ഇവിടെ നിന്ന് എടുക്കുന്നതും അപ്പുറത്ത് കൊടുക്കുന്നതും മാത്രം കാണിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്നുള്ളതാണ് അവർക്ക് ആ സിസ്റ്റം മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതേ വെബ്സൈറ്റ് കിടക്കുന്നു, ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവർക്ക് ഇത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റാത്തത്. ഇത് എനിക്കാണെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഇതുകൊണ്ട് തട്ടിച്ചു പിടിച്ചെന്ന് അഖിൽമാരാർ വന്ന അഖിൽമാരാണെങ്കിൽ വിളിക്കും. ഞാൻ CM വിളിച്ചാൽ വരാതിരിക്കത്തില്ലല്ലോ. വന്നിട്ട് പറയും ഇരിക്കും മോനെ എന്ന് പറയും. എന്നിട്ട് എനിക്ക് മോന്റെ പ്രശ്നം എന്താണെന്നുള്ളത് പരിഹരിച്ചിട്ടേ എനിക്ക് കാര്യമുള്ളൂ. പിന്നെ മേലാൽ അവൻ ഇതിന്റെ നേരെ വന്ന് നിൽക്കത്ത് പോലുമില്ല. അവിടെ വെച്ച് തീർക്കും അവന്റെ പ്രശ്നം മുഴുവൻ. അവനെ ഉണ്ടല്ലോ പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. മേലിൽ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയും. ഇമാരെ തെണ്ടിത്തരം. അത് പറയാനുള്ളൊരു സാധനം ഇരട്ടച്ചങ്കൊക്കെ അങ്ങ് ഇച്ചിരി ബലം കുറഞ്ഞു പോകുന്നൊരു സംശയമുണ്ട്. അങ്ങനെ കാണിക്കാനുള്ളൊരു ധൈര്യവും അതിനുള്ളൊരു ബോധവും വേണം. അതില്ലെങ്കിൽ ഇങ്ങനെയുള്ളവന്മാർ പറയുമ്പോൾ കേസ് കൊടുക്കാനൊക്കെ പറ്റത്തുള്ളൂ.
ഇനിയിപ്പോൾ എങ്ങനെ അഖിൽമാരാർ തെളിയിക്കും എന്നുള്ളതാണ് പ്രശ്നം. അഖിൽമാരാരാണ് കുറ്റം പറഞ്ഞിരിക്കുന്നത്, അവൻ തെളിയിക്കേണ്ടി വരും. അപ്പോൾ പ്രശ്നമാവും. ഇത് ശരിക്കും അഖിൽമാരാർ തെളിയിക്കേണ്ട കാര്യമല്ല കേട്ടോ. ഇത് നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. മാന്യത, അന്തസ്സും ധൈര്യവും വീര്യവും ഒക്കെ ഉള്ള ആൾക്കാർ ചെയ്യേണ്ടത്. സത്യസന്ധമാണെങ്കിലും ചെയ്യേണ്ടത് തിരിച്ചാണ് കേട്ടോ. അല്ലാതെ അഖിൽമാരാറിനെതിരെ കേസ് കൊടുക്കുക, അവൻ്റെ വായടപ്പിക്കുക അല്ല അതിന് വേണ്ടത്. അഖിൽമാരാറല്ല അത് തെളിയിക്കേണ്ടത്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഈസി ആയിട്ട് തെളിയിച്ചു കൊടുക്കണം. അത് നാട്ടുകാരെ മൊത്തം അറിയിക്കണം. അഖിൽമാരാറിനെ ബോധിപ്പിച്ചതിന് ശേഷം അഖിൽമാരാറിനെ കൊണ്ട് പറയിക്കണം, ഞാനത് ചെക്ക് ചെയ്തിരുന്നു, എനിക്ക് ഇങ്ങനെയാണത് മനസ്സിലായത് എന്ന് പറയിക്കണം. അങ്ങനെ പറയിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 1 രൂപയാണെങ്കിൽ 1 രൂപ ഡൊണേറ്റ് ചെയ്യുമ്പോൾ തൊട്ടുള്ള കണക്കുകൾ വ്യക്തമായി ഇടുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒക്കെ അറിയണം. അത് കഴിഞ്ഞ് ഇത് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതിന്റെ മാക്സിമം ബില്ലല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രാൻസാക്ഷനോ ഇത് ചെയ്തതിൻ്റെതായ തെളിവുകൾ, ഒരുപാട് വീഡിയോസ്, ഫോട്ടോസ്, അതിന്റെ റിസൾട്ട്, അതെല്ലാം കാണിക്കണം. ഇനി എത്ര പേര് അതിനകത്ത് വർക്ക് ചെയ്തു, അവർക്ക് എത്ര രൂപ സാലറി കൊടുത്തു, അതും കാണിക്കണം. അതാണ് charityWithClarity.com. ഞാൻ ഈ അവസരത്തിൽ ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഞാൻ ഇതിനകത്ത് ഫണ്ട് റൈസിംഗ് നോക്കുന്നുണ്ട്. ഞാനും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പോസ്റ്ററൊക്കെ ഒട്ടിച്ച് കുറച്ച് പൈസ കിട്ടി, വളരെ കുറച്ച് പൈസ. അതിന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു 15,000 രൂപ എന്ന് പറയുന്ന പോലൊരു എമൗണ്ട്. ഇവിടെ മറ്റിടത്ത് 25 കോടിയാണ്. നമുക്ക് 15 അല്ല, 15 ലക്ഷം കോടി കിട്ടിയാലും അത് ട്രാൻസ്പെറന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നതും എവിടെയൊക്കെ ഉപയോഗിച്ചെന്ന് കൃത്യമായ കണക്ക് കാണിക്കാനും പറ്റുന്ന ഒരു സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്യും. അതിൽ ഒരുപാട് പേർക്ക് ജോലി ചെയ്യാം, അതുപോലെ തന്നെ ശമ്പളം എടുക്കാം. അല്ലാതെ വെട്ടിക്കാനും തട്ടിക്കാനും പറ്റത്തില്ലെന്ന് മാത്രമല്ല, കൊടുക്കുന്നവനും മേടിക്കുന്നവനും എല്ലാം കണക്കുകൾ കാണാൻ പറ്റും. പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സൈറ്റ്, പബ്ലിക്കിന് ഗവൺമെന്റിനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങോട്ടാ പോകണ്ടേ. അവിടെ എത്തി നിന്നാൽ ഗവൺമെന്റ് എപ്പോൾ ഇങ്ങനെ ആവുന്നോ അന്ന് ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞ വാക്കില്ലാണ്ടാവും, കറപ്ഷൻ ഇല്ലാണ്ടാവും, കൈക്കൂലി ഇല്ലാണ്ടാവും, എല്ലാ മനുഷ്യർക്കും ഒരു തുല്യത ഉണ്ടാവും. നെപ്പോട്ടിസം, ഫേവറിസം, എന്താ പറയണ്ടേ, പിൻവാതിൽ നിയമനം, ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലാതെ നിങ്ങൾക്ക് ട്രാൻസ്പെറൻസിയെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എവിടെയും നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഗവൺമെന്റ് സിസ്റ്റം അല്ല കമ്പനി ആവട്ടെ എന്തോ ആവട്ടെ, അത് ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ തന്നെ ആലോചിക്കും, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്, നിങ്ങളുടെ മാനേജർക്ക് ഭയങ്കരമായ ശമ്പളമുണ്ട്, നിങ്ങൾക്ക് കുറച്ച് ശമ്പളമേ ഉള്ളൂ, നീ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അതെല്ലാം സിസ്റ്റത്തിൽ കൂടെ മാത്രം കാണുന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്നാൽ ആ കുറച്ച് ജോലി ചെയ്യുന്നവർക്ക് എന്താണ് സാലറിയുടെ വ്യത്യാസം, എന്തുകൊണ്ടുണ്ടാകുന്നു, എന്തുകൊണ്ട് ഇയാൾക്ക് ഇത്ര കിട്ടുന്നു, എന്തുകൊണ്ട് മറ്റേ ആളെ ജോലിക്ക് എടുത്തിരിക്കുന്നു, ഈ കാര്യങ്ങൾ പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എല്ലാ എംപ്ലോയിക്കും പറ്റിയാണല്ലോ. ഈ പറഞ്ഞ പോലെ പല പ്രശ്നം ഇപ്പോൾ ഉള്ള പല കമ്പനികളുള്ള മുഴുവൻ പ്രശ്നം മാറ്റിത്തരാം. അതിന് ഇപ്പോൾ ഉള്ള എൻ്റെ വെബ്സൈറ്റിൽ ആകെ ഞാൻ ചെയ്യുന്നത് ഫണ്ട് റൈസിംഗ് ആൻഡ് ഫണ്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ മാത്രം കേട്ടോ. അല്ലാതെ ഇപ്പോൾ HR അല്ല അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ സേഫ്റ്റിയോ എന്താ പറയുന്നത് ട്രാൻസ്പോർട്ടേഷനോ ലോജിസ്റ്റിക്സോ ഒന്നും വന്നിട്ടില്ല. മനസ്സിലായോ? എഞ്ചിനീയറിംഗിലുള്ള ട്രാൻസ്പെറൻസി വന്നിട്ടില്ല, ഹോസ്പിറ്റൽ മാനേജ്മെന്റിലുള്ള ട്രാൻസ്പെറൻസി കണ്ടിട്ടില്ല, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ട്രാൻസ്പെറൻസിയെ കുറിച്ച് എടുത്തു വെച്ചിട്ടില്ല. ഇതെല്ലാം കൊണ്ടുവരും. ഓരോ സ്ഥാപനങ്ങളിൽ എങ്ങനെ ട്രാൻസ്പെറന്റ് ആക്കാന്നുള്ളതിന്റെ സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒക്കെ ശരിയാണ്, നീ ഇങ്ങനെ പുച്ഛിച്ചോ, പക്ഷേ ഒരു 5 വർഷം കഴിയുമ്പോൾ അതിനുള്ള വോയിസ് ഈ പുച്ഛിക്കുന്നതിന് ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ് പറയും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ആദ്യമൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞ വെബ്സൈറ്റ് നടക്കത്തില്ലെന്ന്. അത് നടത്തി കുറച്ച് പേർക്ക് ഇങ്ങനെ സഹായം എത്തിക്കുന്നത് കാണിച്ചു കൊടുത്തു. ട്രാൻസ്പെറൻസി എന്താണെന്ന് മനസ്സിലായവർക്ക് മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞ പോലെ പലതും മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇത് അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും ഉള്ളൊരു ഉപദ്രവമൊന്നുമല്ല, എല്ലാവർക്കും ഗുണമുള്ളൊരു കാര്യം എന്നുള്ളതേ ഉള്ളൂ. അതിനങ്ങനെ പാർട്ടി, ജാതി, മത, ഭാഷ വ്യത്യാസമൊന്നുമില്ല.